2025 സിവിൽ സർവീസ് പരീക്ഷയിൽ ചരിത്ര വിജയം സ്വന്തമാക്കി കാസർഗോഡ് കുനിയ IAS അക്കാദമി. മലപ്പുറം സ്വദേശി മുഹമ്മദ് അഷ്മിൽ ഷായാണ് അഖിലേന്ത്യാ തലത്തിൽ 382ാം റാങ്ക് നേടി നേട്ടം കൈവരിച്ചത്. അക്കാദമിയിലെ ചിട്ടയായ പരിശീലനവും മുഹമ്മദ് അഷ്മിൽ ഷായുടെ ലക്ഷ്യബോധവും സിവിൽ സർവീസ് പരീക്ഷയിൽ അഖിലേന്ത്യാ തലത്തിൽ മികച്ച റാങ്ക് കരസ്ഥമാക്കാൻ കാരണമായി. ഞാൻ എൻ്റെ ഗ്രാജുവേഷൻ ചെയ്തിട്ടുള്ളത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിസ്റ്റൻസ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് പഠിക്കുന്ന സമയത്ത് ഇൻ്റർനാഷണൽ റിലേഷൻസ് എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയി ഫീൽ ചെയ്തൊരു വിഷയമാണ്. അപ്പോൾ അന്നേ ഞാൻ ഡിസൈഡ് ചെയ്താണ് ഒരു ഡിപ്ലോമേറ്റ് ആവണം എന്നുള്ള ലൈഫിൽ വലിയൊരു ആഗ്രഹമായി മാറി. അപ്പം ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് മാസ്റ്റേഴ്സൊക്കെ കഴിഞ്ഞിട്ട് ഈ ഡിപ്ലോമസി UNA അപ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് ഒരു സ്ട്രക്ചർ ഉണ്ടായിരുന്നില്ല. അങ്ങനെ എൻ്റെ കുറച്ച് ഫ്രണ്ട്സാണ് പറയുന്നത് UPSC എന്നുള്ളതായിരിക്കും ബെറ്റർ മെത്തേഡ്, അത് ക്ലിയർ ചെയ്തിട്ട് IFS ഫസ്റ്റ് കൊടുത്തിട്ട് അങ്ങനെ കയറുന്നതായിരിക്കും ബെറ്റർ മെത്തേഡ് എന്നുള്ളത്. അങ്ങനെ ഞാൻ ദാറുദയിലെ പഠനം കഴിഞ്ഞ് 2023 കഴിഞ്ഞിട്ട് ഞാൻ JNUവിലെ മാസ്റ്റേഴ്സ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ എനിക്കതിൽ ഫസ്റ്റ് ഞാൻ അറ്റംപ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടൂല എന്നുള്ളൊരു പ്രതീക്ഷ, അങ്ങനത്തെ ഒരു ഫീലിംഗ് ആയി. ആ രീതിയിലാണ് പിന്നെ കുനിയനെ കുറിച്ച് മനസ്സിലാക്കുന്നതും കുനിയയിലുള്ള ഇവിടെ ഒരു അവസരം ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ഇവിടുത്തെ എൻട്രൻസ് കൊടുക്കുന്നതും ഇവിടെ കുനിയയിൽ ആ ഒരു അവസരം കിട്ടുന്നതും. പിന്നെ ഒരു വർഷം പൂർണ്ണമായിട്ട് ഈ UPSCക്കായിട്ട് ചിലവഴിച്ച് അങ്ങനെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ കിട്ടിയില്ല. എനിക്ക് അതിൽ ഫൈനലിസ്റ്റിലേക്ക് വരാൻ പറ്റിയില്ല. രണ്ടാമത്തെ അറ്റംപ്റ്റാണ് ഇപ്പോൾ അപ്പോൾ അതിലിപ്പോൾ ഫൈനലിസ്റ്റിൽ വന്നിട്ടുണ്ട്. ഞാൻ എൻ്റെ ഫസ്റ്റ് ഓപ്ഷൻ IFS കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ പ്രിപ്പറേഷൻ മൊത്തം സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ഫോറിൻ സർവീസിൽ എത്തണം എന്നുള്ള ലക്ഷ്യത്തിലാണ്. അപ്പം ആ രീതിയിലൂടെ എത്തിയതിൽ വലിയ സന്തോഷം. 2025 സിവിൽ സർവീസ് പരീക്ഷയിൽ കുനിയ IAS അക്കാദമിയിലെ 50 വിദ്യാർത്ഥികളിൽ 17 പേർ പ്രിലിംസ് പരീക്ഷ വിജയിക്കുകയും 4 പേർ UPSC പേഴ്സണാലിറ്റി ടെസ്റ്റിലേക്ക് യോഗ്യത നേടുകയും ചെയ്തിരുന്നു. ഓൾ ഇന്ത്യ തലത്തിൽ നടത്തുന്ന എൻട്രൻസ് പരീക്ഷ മുഖേനയാണ് അക്കാദമിയിലേക്കുള്ള പ്രവേശനം.